ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 27 വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അവസാന പ്രസംഗത്തിലെ വാക്കുകളാണിവ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 27 വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം ഭ്രമിക്കരുത്, കലങ്ങരുത്. പ്രിയപ്പെട്ടവരെ, ലോകം നമുക്ക് സമാധാനവും സന്തോഷവും തരും. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ലോകം സന്തോഷവും സമാധാനവും തരുന്നത്? പ്രിയപ്പെട്ടവരെ, അല്പ സന്തോഷത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി പലപ്പോഴും നാം ലോകത്തിൻ്റെ സന്തോഷങ്ങളിലും ലോകത്തിൻ്റെതായ ലോകമയമായ ചിന്തകളിലും ലോകമയമായ പ്രവൃത്തികളിലും നാം ഏർപ്പെട്ട് ലോകത്തിൻ്റെ സന്തോഷം നാം പിടിച്ചു പറ്റുകയും പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ എന്താണ് ദൈവം തരുന്ന സന്തോഷം? അത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് തരുന്നു. ദൈവികമായ സന്തോഷവും സമാധാനവും. ആ സന്തോഷവും സമാധാനവും നാം അനുഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കലങ്ങാതെയും ഭ്രമിക്കാതെയും ഇരിക്കുവാനുള്ള ഒരു അത്ഭുതകരമായ ഒരു പ്രത്യേക കൃപ ദൈവം നമുക്ക് തരുന്നു. നോഹയുടെ കാലം നാം പഴയ നിയമം വായിക്കുമ്പോൾ അവിടെ നാം നോഹയെ കാണുകയാണ്. നോഹ ആ കാലഘട്ടത്തിൽ നീതിമാനായിരുന്നു. നോഹ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് പെട്ടകം തീർത്തു എന്നെല്ലാം നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സാംസ്കാരികമായിട്ടും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും എല്ലാം മതപ്പതിച്ചു പോയ ഒരു കാലഘട്ടത്തിലായിരുന്നു നോഹ ജീവിച്ചിരുന്നത്. എന്നാൽ നോഹ എപ്പോഴും ദൈവത്തോടു കൂടിയായിരുന്നു. ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടെന്നാൽ കാണാതെയായി. പ്രിയപ്പെട്ടവരെ, ഹാനോക്കും ദൈവത്തോടു കൂടി നടന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ ഭൗതികമായിട്ടും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നടക്കുമ്പോഴും ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. നോഹയും ദൈവത്തോടു കൂടെ നടക്കുകയാണ്. ദൈവം നോഹയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. നോഹയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, വെള്ളപ്പൊക്കം വരും, എല്ലാവരും മുങ്ങി മരിക്കും എന്നെല്ലാം നോഹയോട് ദൈവം പറഞ്ഞു. എന്നിട്ട് നോഹയോട് പറഞ്ഞു, എല്ലാവരോടും ഈ കാര്യം പറയണം, വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യം നോഹയെ അറിയിക്കാൻ വേണ്ടി ദൈവം വരമേൽപ്പിച്ചു. ജനത്തെ അറിയിക്കാൻ വേണ്ടി നോഹയെ ദൈവം വരമേൽപ്പിക്കുകയാണ്. കൂടാതെ ഒരു പെട്ടകം ഉണ്ടാക്കണം. വെള്ളപ്പൊക്കം വരുമ്പോൾ പെട്ടകം വേണമല്ലോ. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെട്ടകം ഉണ്ടാക്കാൻ ഒരു അളവ് നോഹയ്ക്ക് ദൈവം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നോഹ പ്രസംഗിച്ചു നടന്നു. എന്നാൽ ആരും ആ പ്രസംഗം കൈകൊണ്ടില്ല. കാരണം അക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുക എന്ന് പറയുന്നത് ആരും കണ്ടിട്ടില്ല. മഞ്ഞ് പൊങ്ങിയാണ് ഭൂമി നനഞ്ഞു വന്നത്. അക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് പറയുന്നത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം. എന്താ വെള്ളപ്പൊക്കം? മഴ പെയ്യൂ? എന്താ ഈ മഴ? ആകാശത്തിൽ നിന്ന് എന്തോ പെയ്തിറങ്ങും. അതൊന്നും അക്കാലത്തെ ജനതയ്ക്ക് ഒരു പരിഹാസ വിഷയമായിട്ടാണ് അന്ന് ആ സമൂഹം കണ്ടത്. നോഹ പറഞ്ഞപ്പോൾ നോഹയെ പുച്ഛിച്ചു. എന്നാൽ നോഹ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുകയും തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് നോഹ ഒരു പെട്ടകം ഉണ്ടാക്കുകയും ചെയ്തു. നോഹ ഒരു പെട്ടകം ഉണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, നോഹ പെട്ടകത്തിനോട് അകത്ത് നടന്നു. നോഹയ്ക്ക് ആ കാലത്ത് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നമുക്കും ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ലോകം എപ്രകാരം പോകുന്നുവെന്നോ ലോകത്തിൻ്റെ ചിന്താഗതി എന്തെന്നോ ഒന്നും നാം അറിയണ്ട. നമുക്ക് ഒരേ ഒരു ആവശ്യം മതി. പ്രിയപ്പെട്ടവരെ, നോഹയ്ക്ക് ഉണ്ടായതുപോലെ, ആ കാലഘട്ടത്തിൽ നോഹയ്ക്ക് ലഭിച്ചതുപോലെ എനിക്കും ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കണം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 13 അധ്യായം 16 വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം ലോകത്തെ നശിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അന്ന് ആ കാലഘട്ടത്തിൽ ദൈവം വലിയ വെള്ളപ്പൊക്കം വരുത്തിയെന്നും നോഹയെയും കുടുംബത്തെയും പിന്നെ
ഓരോ ജോഡി വെച്ച് മൃഗങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തി പിന്നെ ബാക്കി എല്ലാവരെയും നശിപ്പിച്ച് കളഞ്ഞ വളരെ ഒരു എന്താ ദൈവത്തെ കഠിനമായി മനുഷ്യനെ ശിക്ഷിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചിന്തകൾ വരാം. എന്നാൽ ദൈവം ലോകത്തെ സ്നേഹിക്കുകയാണ്. നിത്യനായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിച്ചത്? തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ പാവങ്ങൾക്ക് പ്രതി നാം കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ സാധനത്തിൻ്റെ വില കൊടുക്കേണ്ടതുണ്ട്. അതിന് സാത്താന് നമ്മുടെ പാവത്തെ പ്രതി നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി നിത്യനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കാൻ തക്കവണ്ണം ദൈവം മനസ്സായി. നിത്യനായ ദൈവം ഈ ഭൂമിയിൽ താന്നിറങ്ങി വന്നു. മാലാഹവന്ത്രങ്ങൾക്കിടയിൽ വസിക്കുന്ന ദൈവം ഈ ഭൂമിയിൽ താന്നിറങ്ങി വന്ന് ഒരു മനുഷ്യജന്മമെടുത്ത് പ്രിയപ്പെട്ടവരെ സാത്താന് നമ്മുടെ വീണ്ടെടുപ്പ് വേലയായ ജീവൻ നൽകി നമ്മെ സ്വതന്ത്രരാക്കി. പ്രിയപ്പെട്ടവരെ, എങ്കിലും നാം രക്ഷപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് നാം സ്വർഗം അവകാശമാക്കാത്തത്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ, ഇടുക്കുവാതിലൂടെ അകത്തു കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വിശാലമുള്ളതുമാണ്, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാവുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അതിലൂടെ കടക്കുന്നവർ ചുരുക്കവും അത്രേ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും സത്യത്തിൻ്റെ വഴി പലപ്പോഴും വളഞ്ഞതും ചിരിഞ്ഞതും ഞെരുക്കമുള്ളതാണ്. പലപ്പോഴും മാനുഷികമായിട്ടുള്ള പരിഗണനയോ മാനുഷികമായിട്ടുള്ള പിന്തുണയോ സത്യത്തിൻ്റെ വഴിക്ക് ലഭിക്കുന്നില്ല. അനേകരും വളഞ്ഞ വഴി സ്വീകരിക്കുന്നു. നേരായ പാതയിൽ പോകുവാൻ പലപ്പോഴും തയ്യാറാവുന്നില്ല. കാരണം നാം നോക്കുമ്പോൾ എളുപ്പം എന്താണ്, ലാഭം എന്താണ് എന്ന ചിന്തയിൽ നാം എപ്പോഴും നാശത്തിലേക്ക് പോകുന്ന വഴി തിരഞ്ഞെടുക്കുന്നു. പലപ്പോഴും അവിശ്വാസം മൂലം അല്ലെങ്കിൽ അല്പവിശ്വാസത്തിൽ തെറ്റി നാം പോകുന്നത് വലിയ വഴിയിലൂടെ പോകുന്നു. പലപ്പോഴും നാം ചെറിയ വഴിയിലൂടെ ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ എന്നാണ് ഇവിടെ മത്തായി ശ്ലീഹ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഇടുക്കുവാതിലൂടെ നാം കടക്കണം. ഇടുക്കം എന്ന് വെച്ചാൽ എന്താണ്? പലപ്പോഴും നാം ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ, പ്രശ്നങ്ങളുടെ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ അവിടെയെല്ലാം കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട്, അവിടെയെല്ലാം കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം പോകുവാൻ തക്കവണ്ണം നമ്മെ ദൈവം യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.